എല്ലാവരും ഇങ്ങോട്ട് നോക്കി. ദേഹമാസകലം എണ്ണ തേച്ചിട്ട് അത് തേച്ചിട്ട് വാഴയമ്മ കയറിയാൽ എങ്ങനെയിരിക്കും? നിങ്ങൾ ആ രംഗവും സങ്കല്പിച്ചു നോക്കൂ. അതുപോലത്തെ ഒരു പരിപാടിയാണ് നമ്മുടെ കേരള പോലീസ് TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ അനുവർത്തിച്ചത്. ദേഹമാസകലം എണ്ണ തേച്ചിട്ട് വാഴയമ്മൽ കയറുന്ന പോലത്തെ ഒരു വ്യായാമമാണ് കേരളത്തിലെ പ്രഗത്ഭന്മാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, കോൺസ്റ്റബിൾമാരടക്കം ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ചെയ്യാൻ താല്പര്യപ്പെട്ടത് അല്ലെങ്കിൽ ചെയ്ത് നോക്കിയത്. അവിടെ അനിവാര്യമായിട്ടുള്ള സംഭവം തന്നെ ഉണ്ടായി. കാര്യം എന്താ വെച്ചാൽ അവരുദ്ദേശിച്ച റിസൾട്ട് ഇതിൻ്റെ അകത്തുണ്ടായി. മോഹൻദാസിനെ ആഘോഷമായിട്ട് അറസ്റ്റ് ചെയ്തു. പോലീസുകാർക്ക് താല്പര്യം ഉണ്ടായിട്ടില്ല. ഇദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുള്ള കുറ്റങ്ങൾ മിക്കവാറും എല്ലാം തന്നെ ജാമ്യം കിട്ടാവുന്നവയാണ്. അതിൽ കഷ്ടിച്ച് 1-1.5 മാത്രമേ ജാമ്യം കിട്ടാതെ വെച്ചാൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കിട്ടാത്ത എന്ന അർത്ഥമേ ഉള്ളൂ. കോടതിയിൽ ചെന്നാൽ ജാമ്യം കിട്ടുന്നതാണ്. കൊലപാതകത്തിനോ ബലാത്സംഗത്തിനോ അല്ലെങ്കിൽ കൂട്ടായ്മ കവർച്ചയ്ക്കോ രാജ്യദ്രോഹത്തിനുള്ള ചാർജുകളൊന്നും മോഹൻദാസ് സാറിനെതിരായിട്ട് ചുമത്തിയിട്ടില്ല. പുള്ളിയുടെ വീഡിയോയുടെ കണ്ടന്റ് വെച്ച് നോക്കിയാലും അത്രയൊക്കെ ചുമത്താൻ പറ്റത്തുള്ളൂ. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ എങ്കിൽ പോലും ഇവിടെ ഒരു വിഭാഗം മാധ്യമങ്ങൾ ഇങ്ങനെ തുറന്ന് എന്തുകൊണ്ട് ഈ കാരണവരെ അറസ്റ്റ് ചെയ്യുന്നില്ല? എന്ത്? ആ വെടിയുണ്ട് എന്റെ നേർക്കല്ലേ വരുന്നത്? മാറിക്കളയാം. ആർക്കാണ് ഇയാളെ പേടി? ഇവിടെ പിണറായി വിജയൻ അല്ലോ ഭരിക്കുന്നത്. ഇവിടെ VD സതീശനല്ലേ മുഖ്യമന്ത്രി, രമേശ് ചെന്നിത്തലയല്ലേ ആഭ്യന്തരമന്ത്രി. അർജുൻ ആയങ്കിയെ പൂട്ടിയ കേരള പോലീസ് എന്തുകൊണ്ട് TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യുന്നില്ല? ഇയാളെ തൂക്കിയെടുത്ത് കൊണ്ടുപോയാൽ ആരാണ് ചോദിക്കുന്നത് എന്നൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ മൗദൂദി ചാനൽ നിഷാദ് റാവുത്തരും അതുപോലെ അജിംസും അവരുടെയൊക്കെ കുലഗുരുവായിട്ടുള്ള സാക്ഷാൽ ദാവൂദും ആവർത്തിച്ച് ഈ ക്ഷീരമല പോലെ 101 ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. 10-71 വയസ്സായ മനുഷ്യനാണ്. ഈ ലോകം ഒരുപാട് കണ്ട ആളാണ്, ജീവിതാനുഭവമുണ്ട്. പുള്ളി ആയ കാലത്ത് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പ്രശസ്തമായ രീതിയിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി പാസ്സായിട്ടുള്ള ആളാണ്. ഏതോ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥനുമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അല്ലെങ്കിൽ അദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുക്കുമായിരുന്നു. പുള്ളിക്കാരി ഇതിൽ ചാർജ് ചെയ്താൽ ഇത്ര ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ, നടപടിയെടുത്ത് ഇത്രേ പറ്റുള്ളൂ. പോലീസുകാർ വിചാരിച്ചാൽ ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ മൗദൂദികൾ നിലവിളിക്കണമെങ്കിൽ നിലവിളിക്കട്ടെ എന്ന് പുള്ളി വിചാരിച്ചിട്ടുണ്ടോ? അതുകൊണ്ടാണ് മുൻകൂർ ജാമ്യത്തിന് പോലും അപേക്ഷ കൊടുക്കരുത്. അങ്ങനെ പോകുമ്പോൾ പോലീസുകാർ പിന്നെ നിവൃത്തിയില്ലാത്ത അവസ്ഥ വന്നു. ഉടനെ തന്നെ ഒരു പട്ടി ഷോ നടത്താൻ തീരുമാനിച്ചു. ആരുടെ ബുദ്ധിയാണെന്ന് എനിക്കറിയില്ല, ചെന്നിത്തലയുടെ ആയിരിക്കില്ല, അതിൽ കുറഞ്ഞ ആരുടെയോ ബുദ്ധിയാണ്. മോഹൻദാസിൻ്റെ വീട് വളഞ്ഞ് പണ്ട് മറുനാടൻ ഷാജനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ച അതേ രീതിയിൽ. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. പിന്നെ ഒരു വ്യത്യാസമുള്ളത്, മോഹൻദാസിന് ഷർട്ടിടാനും അണ്ടർവെയർ ധരിക്കാനുള്ള അവസരം കൊടുത്തു. ഷാജൻ്റെ കാര്യത്തിൽ അതുണ്ടായില്ല. അത് പിണറായി പോലീസാണ്, ഇത് ചെന്നിത്തല പോലീസാണ്. അങ്ങനെ അദ്ദേഹത്തെ വീരോചിതമായി അറസ്റ്റ് ചെയ്തു. ഉടനെ തന്നെ സകല ചാനലുകാർക്ക് ഭയങ്കര സന്തോഷമായി. മോഹൻദാസിനെ മോഹൻദാസിനെ തിരുവനന്തപുരത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഈ കളവൻ ഇനി ഒരുപാട് കാലം ഗോതമ്പുണ്ട കഴിച്ച് കിടക്കുമേ എന്നൊക്കെ അവർ ആർത്ത് വിളിച്ചു. നല്ല കാര്യം. അജിംസിനും റാവുത്തർക്കും ദാവൂദിനും ഈ മീഡിയ വൺ ചാനലിലും മറ്റേ റിപ്പോർട്ടർ ചാനലിലൊക്കെ ഉള്ള സകല ആൾക്കാർക്ക് ഭയങ്കര സന്തോഷമായി. അവരാർപ്പ് വിളിച്ചു. നേരം വെളുക്കുമ്പോൾ TV വരുന്ന വലിയ വാർത്ത, മോഹൻദാസിനെതിരെ ഗുരുതരമായ മറ്റ് വകുപ്പുകൾ ചേർക്കും, ഇപ്പോൾ പിടിക്കും, പൂട്ടും, കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നു, കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും പോലീസുകാർ പിടിച്ചെടുത്തു, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. കുറച്ചുകൂടി കഴിയുമ്പോൾ വരുന്നു, അദ്ദേഹത്തെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കുന്നു. അതൊക്കെ നാട്ടുകാർക്കറിയാവുന്ന കാര്യമല്ല അല്ലേ? പുള്ളിയെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുന്നു. മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുന്നു. പ്രതിഭാഗം വക്കീൽ വാദിക്കുന്നു. പ്രതിഭാഗം വക്കീൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോട് പരാതി ഈ ജാമ്യ ഹർജി കൊടുത്തിട്ടില്ല. വക്കീലിൻ്റെ വാദം കോടതിയിൽ നിന്ന് തത്സമയം. അങ്ങനെ ശാസ്തമംഗലം അജിത് കുമാർ എന്ന് പറഞ്ഞ വക്കീൽ ഒറ്റ ദിവസം കൊണ്ട്, പുള്ളി നേരത്തെ പ്രസിദ്ധനാണ്, ജഗൽ പ്രസിദ്ധനായി, TG മോഹൻദാസിന് വേണ്ടി കോഴി കൊത്തുന്ന പോലെ കൊത്തുന്നു. പ്രോസിക്യൂട്ടർ ആഞ്ഞു കൊത്തും, കൊത്തൊക്കെ ഗംഭീരമായി. അപ്പോൾ ഈ പുതിയ BNSS പ്രകാരം ഒരാളെ അറസ്റ്റ് ചെയ്യുന്ന മുമ്പ് നോട്ടീസ് കൊടുക്കുന്നൊരു വ്യവസ്ഥയാണ്. നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ എന്ന് മജിസ്ട്രേറ്റ് ചോദിച്ചു. പ്രോസിക്യൂട്ടർ പറഞ്ഞു, ഇല്ല യുവർ ഓണർ, നോട്ടീസ് കൊടുക്കാൻ പറ്റിയില്ല. എന്താ കൊടുക്കാൻ? കഴിഞ്ഞ 29-ാം തീയതി FIR ഇട്ടാണല്ലോ. ഈ അറസ്റ്റ് ചെയ്യുന്നവരെ നിങ്ങൾ എതിർക്കായിരുന്നു, എന്താ ആലോചിക്കരുത്, അത് ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല.
പോലീസിൻ്റെ കൃത്യാന്തര ബാഹുല്യത്തിനിടയ്ക്ക് നോട്ടീസ് കൊടുക്കാൻ പറ്റില്ല. മാത്രമല്ല, നോട്ടീസ് കൊടുത്താൽ മോഹൻദാസ് ഒരുപക്ഷെ മുങ്ങാൻ സാധ്യതയുണ്ട്. മുങ്ങിയാൽ പിന്നെ പൊങ്ങാൻ ബുദ്ധിമുട്ടാണ്. ഇയാളുടെ വീട് മട്ടാഞ്ചേരി ചെറളായി എന്ന് പറയുന്ന സ്ഥലത്താണ്. അതിന് തൊട്ടപ്പുറത്ത് കൊച്ചി കായലാണ്, അതിൻ്റെ അപ്പുറത്ത് അറബിക്കടലാണ്. പുള്ളി കൊച്ചി കായലിൽ മുങ്ങിയാൽ പിന്നെ അറബിക്കടലും കഴിഞ്ഞ് സൗദി അറേബ്യയിൽ പൊങ്ങാനാണ് സാധ്യത. അതുകൊണ്ടാണ് നോട്ടീസ് കൊടുക്കാൻ. നീ വിഷമിക്കാണ്ടിരി. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. എനിക്കൊരു വിഷമമില്ല. മജിസ്ട്രേറ്റ് പറഞ്ഞു വളരെ നന്നായിട്ട്. ആരാണ് ഈ കേസ് അന്വേഷിച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ മജിസ്ട്രേറ്റ് തലയാട്ടി. ശരി, പിന്നെ എന്താണ് പറയാനുള്ളത്? അല്ല, ഇയാൾ മഹാപോക്രിയാണ്. ഇയാൾ ഇതിനു മുമ്പ് ഇങ്ങനത്തെ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. അല്ല, വേറെ വല്ലതും പറയേണ്ടത് ചോദിച്ചു. ഇനി കൂടുതലായിട്ടൊന്നും പറയാനില്ല. അപ്പോൾ ശരി എന്ന് പറഞ്ഞ് മജിസ്ട്രേറ്റ് അപ്പോൾ തന്നെ ഓർഡർ പാസ്സാക്കി. ആ ഓർഡറിൽ പോലീസിനെ കുറിച്ച് ഒട്ടും അഭിനന്ദനപരമല്ലാത്ത ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. സ്വാഭാവികം. ഈ പട്ടി ഷോ നടത്തുന്ന പോലീസുകാർ ഇനി മേലെങ്കിൽ ഇങ്ങനെയുള്ള ഓർഡറുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. ഷാജൻ സ്കറിയാവട്ടെ, പി സി ജോർജിനായിക്കോട്ടെ, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് രാഹുൽ മാങ്കൂട്ടത്തെ ആവട്ടെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട ചില തത്വങ്ങളും ചില മാർഗനിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അറിഞ്ഞിട്ട് വേണം അറസ്റ്റ് ചെയ്യാൻ പോകാനായിട്ട്. അല്ല, മീഡിയ വൺ ചാനലിൽ പോലീസ് എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ച് ആ ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ ഉടനെ ഓടിപ്പോയി പിടിക്കേണ്ടതല്ല. അതിനൊക്കെ ചില രീതികളുണ്ട്. എന്ന് വെച്ചാൽ തീവ്രവാദ കേസിലെ പ്രതികളോ കൊലപാതക കേസിലെ പ്രതികളോ ഒന്നും നോട്ടീസ് കൊടുത്തിട്ട് പിടിക്കാനും പറ്റില്ല. അതിനും മാനദണ്ഡങ്ങളുണ്ട്. ഇതൊക്കെ അറിഞ്ഞിട്ടും അന്വേഷിച്ചിട്ടും വേണം ഈ വക കലാപരിപാടിക്ക് പോകാനായിട്ട്. ഏതായാലും ചെന്നൈ സാറിന് നല്ല ടൈമാണ്. കാരണം എന്ന് വെച്ചാൽ സാറിങ്ങനെ ഓപ്പറേഷൻ തൂഫാൻ നടത്തി നെഞ്ചു പിടിച്ച് നിൽക്കുന്നതിന് ഇടയ്ക്കാണ് ഇങ്ങനെയുള്ള ഓരോ സാധനങ്ങൾ വരും. അർജുൻ ആയെങ്കിൽ അദ്ദേഹത്തെ വെല്ലുവിളിക്കും. മോഹൻദാസ് വെല്ലുവിളിച്ചില്ലെങ്കിലും അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത്ര ദിവസമായിട്ട് എന്തുകൊണ്ടാണ് ഈ വീഡിയോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് നീക്കണം എന്ന് നിങ്ങൾ എന്നോട് ആവശ്യപ്പെടാൻ? അങ്ങനെ പറഞ്ഞൂടാ. ഇതേ സമയത്ത് ഇയാളെ അറസ്റ്റ് ചെയ്തു എന്ന് കേട്ടപ്പോൾ തന്നെ ആനന്ദ തൂന്തിലരായിട്ട് നമ്മുടെ അടുപ്പൂട്ടി ചർച്ചക്കാരെ അടുപ്പ് കൂട്ടി വിറകും വെച്ചു, അതിൻ്റെ മുകളിൽ കലവും വെച്ചു. ചർച്ച ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? മോഹൻദാസിന് ജാമ്യം കിട്ടി എന്ന ദുഃഖവാർത്ത അവരെ അന്വേഷിച്ചെത്തുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? ഏതായാലും പോലീസ് കേസെടുത്തല്ലോ, അറസ്റ്റ് ചെയ്തല്ലോ, ജാമ്യത്തിൽ വിട്ടു എന്നുള്ള വേറെ കാര്യം. ഈ പിണറായിയുടെ കാലത്താണെങ്കിൽ കേസ് പോലും എടുക്കുമായിരുന്നില്ല. സതീശൻ്റെ കാലത്ത് കേസെടുത്തു, പിന്നെ ജാമ്യം കിട്ടിയത് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാനില്ല എന്ന രീതിയിൽ ദാവൂദ് അതുപോലെ അജിംസ് ചർച്ച ചെയ്ത് വിഷയം അവസാനിപ്പിച്ചു. കേട്ടവരൊക്കെ അത് കേട്ട് രോമാഞ്ചം കൊണ്ടു. ഇതാണ്. അപ്പോൾ ഒരു കാര്യം കൂടി പറയാം. ഈ മോഹൻദാസിനെ അറസ്റ്റ് ചെയ്ത വാർത്ത എല്ലാ പേജിലും ഒന്നാം പേജിൽ, എല്ലാ പത്രത്തിൻ്റെ ഒന്നാം പേജിൽ വലിയ വാർത്തയായിരുന്നു. മാതൃഭൂമിയിലെ വാർത്ത കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. മോഹൻദാസിനെ തൂക്കി എന്നാണ്. പടച്ചോനെ, ഞാൻ വിചാരിച്ചു ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്നുള്ളത് നമ്മൾ തലേദിവസം ടി വിയിൽ കണ്ടിരുന്നു. പത്രത്തിൽ കാണുന്നത് തൂക്കി എന്നാണ്. തൂക്കി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലേക്ക് ഒരാൾ തൂക്കി കൊല്ലുന്നതിനാണ് തൂക്കി എന്ന് പറഞ്ഞത്. അതുകൊണ്ടല്ല ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. ഭഗത് സിംഗിനെ തൂക്കി എന്ന് പറയില്ലേ, അല്ലെങ്കിൽ റിപ്പർ ചന്ദ്രനെ തൂക്കി. തൂക്കി എന്ന് വെച്ചാൽ ആ തൂക്ക് ദണ്ഡനയ്ക്ക് വിധിച്ചു, തൂക്ക് ദണ്ഡന നടപ്പാക്കിയെന്നാണ്. തൂക്കാൻ വിധിക്കുക എന്ന് പറയുന്നത്. മോഹൻദാസിനെ തൂക്കി, പിന്നെ മുഴുവൻ വായിച്ചപ്പോഴില്ല, പുള്ളിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ, തൂക്കിയിട്ടില്ല. അപ്പോൾ ഇതാണ് മാതൃഭൂമിയുടെ ഇപ്പോഴത്തെ റിപ്പോർട്ടിംഗ് സ്റ്റൈൽ. പക്ഷേ മനോരമക്കാരനോട് ഞാൻ സത്യം പറഞ്ഞാൽ നമിച്ചുപോയി. സത്യത്തിൽ എനിക്ക് മലയാള മനോരമയുടെ പണ്ട് ബഹുമാനമാണ്, ഇപ്പോഴും ബഹുമാനമാണ്. ആ ബഹുമാനത്തിന് ഒരു കുറവ് പതില്ലാതല്ല, അത് കൂടിയിട്ടുള്ളൂ. ഇന്നത്തെ മലയാള മനോരമയുടെ 6-ാം പേജ്, കൊച്ചി എഡീഷൻ്റെ 6-ാം പേജ് വായിക്കാൻ ഞാൻ ഇത് കാണുന്ന എല്ലാവരോടും ഹൃദയപൂർവ്വം ശുപാർശ ചെയ്യുകയാണ്. 6-ാം പേജിൽ 1-ാമത്തെ കോളത്തിൽ ഒരു ചെറിയ വാർത്തയാണ്. ടി ജി മോഹൻദാസിന് ഉപാധികളുടെ ജാമ്യം കൊടുത്തു. സത്യത്തിൽ അത്രയ്ക്കുള്ള വാർത്തയുള്ളൂ ഇത്. അത് മനസ്സിലാക്കാനുള്ള വിവരം വേണ്ട ഇയാൾക്ക്. 6-ാം പേജിൽ സിംഗിൾ കോളം വാർത്ത. സിംഗിൾ കോളത്തിൻ്റെ തന്നെ മൊത്തം കോളത്തിൻ്റെ ഒരു 6-ലെ ഒന്നേ ഉള്ളൂ. അത്രയിൽ മനോരമക്കാർ ഒതുക്കിക്കളഞ്ഞു. ബാക്കി സകല പേപ്പറുകാർ ബ്ലീച്ചടിച്ചിട്ട് മോഹൻദാസിന് ജാമ്യം എന്ന് സങ്കടത്തോടെ വാർത്ത. ഇപ്പം മനോരമക്കാർക്കറിയാം ഇതൊക്കെ ഇത്രയുള്ളൂ. ഇതാണ് മനോരമയാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. ആദ്യം അത് മനസ്സിലാക്കിയിട്ട് സംസാരിക്കും.